കഥയാരംഭിക്കുന്നത് വർഷങ്ങളായി കുട്ടികളില്ലാതിരുന്ന ഒരു കപ്പിൾസിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ടോറി എന്നും കൈൽ എന്നുമായിരുന്നു അവരുടെ പേരുകൾ. കാൻസാസിലെ ബ്രൈറ്റ്ബേൺ എന്ന ഫോറസ്റ്റിന് സമീപമായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവിടെ അവർക്ക് ചെറിയൊരു ഫാം ഹൗസ് ഒക്കെ ഉണ്ട്. അങ്ങനെയിരിക്കെ ഒരു രാത്രി വളരെ വലിയ ശബ്ദത്തോടെ എന്തോ ഒന്ന് അവരുടെ വീടിനടുത്ത് ഫോറസ്റ്റിൽ പതിച്ചു. ഒരു ഷോക്ക് വേവ് ഉണ്ടാവുകയും പെട്ടെന്ന് അവിടുത്തെ ഇലക്ട്രിസിറ്റി അടക്കം ഇല്ലാതാവുകയും ചെയ്തു. ശബ്ദം കേട്ടിടത്തേക്ക് ടോറിയും കൈലും ചെന്നു നോക്കി. അവിടെ ഒരു പേടകം വന്ന് വീണിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരു ബഹിരാകാശ പേടകം. അതിനകത്ത് നിന്ന് മനുഷ്യക്കുഞ്ഞിന്റെ രൂപമുള്ള ഒരു അന്യഗ്രഹ ജീവിയെ ടോറിക്ക് ലഭിക്കുകയാണ്. മക്കളില്ലാതിരുന്ന അവർ തങ്ങളുടെ മകനായി അവനെ വളർത്താൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് 12 കൊല്ലക്കാലത്തിന് ശേഷം ഒരു ദിവസം ബ്രാൻഡനെ കാണുന്നുണ്ടായിരുന്നില്ല. ടോറി മകനെ അന്വേഷിക്കാൻ തുടങ്ങി. ഒടുവിൽ അന്വേഷിച്ച് തങ്ങളുടെ കളപ്പുരയിലേക്കും അവൾ എത്തിച്ചേർന്നു. മറിഞ്ഞിരിക്കുകയായിരുന്ന ബ്രാൻഡൻ ടോറിയുടെ മേൽ ചാടി വീണു. ടോറിയെ ഒന്ന് പേടിപ്പിച്ചു. വളരെ സ്നേഹത്തോടെ ടോറി ബ്രാൻഡനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കുട്ടികളില്ലാതിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് ബ്രാൻഡൻ വന്നതോടായിരുന്നു അവർ അത്രമേൽ സന്തോഷത്തിലായത്. സ്കൂളിലും ബ്രാൻഡൻ വളരെ മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. ഒരുവിധം വിവരങ്ങളെപ്പറ്റിയും കാര്യങ്ങളുമൊക്കെ അവൻ അറിവുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്കൂളിലെ പ്രശ്നക്കാരായ ബുള്ളി ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് രക്ഷപ്പെടാൻ പലപ്പോഴും ബ്രാൻഡന് സാധിച്ചിരുന്നില്ല. എല്ലാവരും അവനെ കളിയാക്കുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്തിരുന്നത്, അവനോട് സഹതാപം തോന്നി കൂടെ നിന്നിരുന്നത് കേറ്റ്ലിൻ എന്ന പെൺകുട്ടിയായിരുന്നു. കേറ്റ്ലിനോട് ബ്രാൻഡനും ചെറിയ സ്നേഹമുണ്ടായിരുന്നു. കേറ്റ്ലിൻ ബ്രാൻഡനോട് പറഞ്ഞു, നീ ഒരു ജീനിയസ് ആണ്. ജീനിയസുകളാണ് എന്നും ഈ ലോകം ഭരിച്ചിട്ടുള്ളത്. ബ്രാൻഡന് അതൊക്കെ വലിയ ആശ്വാസമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബ്രാൻഡൻ തന്റെ മുറിയിൽ കിടന്നുകൊണ്ടിരിക്കെ അവരുടെ കളപ്പുരയിൽ നിന്നും വലിയ തോതിൽ ചുവന്ന പ്രകാശം പടരാൻ തുടങ്ങി. കളപ്പുരയുടെ ബേസ്മെന്റിൽ നിന്നായിരുന്നു അത്. ബ്രാൻഡനിലേക്ക് അവിടെ നിന്നും എന്തോ മെസ്സേജ് ഒക്കെ വന്നെത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കിടന്നിടത്ത് വളരെ കുലുക്കം അനുഭവപ്പെട്ട ബ്രാൻഡൻ ഉറക്കത്തിൽ തന്നെ ഉണർന്ന് കളപ്പുര ലക്ഷ്യമാക്കി നടന്നു. ഇതേ സമയം മറുവശത്ത് അവന്റെ അമ്മ ടോറിയാകട്ടെ പെയിന്റിങ്ങിലായിരുന്നു. ചില ഒച്ചയും പതിവില്ലാത്ത ചില ബഹളങ്ങളും കേട്ട് ടോറി പുറത്തേക്കിറങ്ങി നേരെ കളപ്പുരയുടെ ഭാഗത്തേക്ക് ചെന്നു. അങ്ങോട്ടേക്ക് ചെന്ന് അവൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. കളപ്പുരയുടെ ബേസ്മെന്റ് ബ്രാൻഡൻ കുലുക്കി തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ളിൽ നിന്ന് ഒരു ചുവന്ന പ്രകാശം മൊത്തത്തിൽ പടർന്നിട്ടുമുണ്ട്. ഭയത്തോടെയാണെങ്കിലും ടോറി ചെന്ന് ബ്രാൻഡനെ തടഞ്ഞു. ബ്രാൻഡനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സമാധാനിപ്പിച്ച് കിടത്തിയുറക്കി. അടുത്ത ദിവസം അച്ഛൻ കൈലും ബ്രാൻഡനും ചേർന്ന് വീട്ടിലെ ഓരോ ജോലികൾ ചെയ്യുകയായിരുന്നു. കുറച്ചു സമയം പിന്നിട്ടതും താൻ ടൗണിൽ വിത്തുകൾ വാങ്ങാൻ പോവുകയാണെന്നും മെഷീൻ ഓൺ ചെയ്ത് ബ്രാൻഡനോട് പുല്ലൊക്കെ വെട്ടാനും കയ്യിൽ ആവശ്യപ്പെട്ടു. ബ്രാൻഡൻ അങ്ങനെ ലോൺ മോവറിന്റെ അടുത്തെത്തി അത് ഓൺ ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. കുറച്ചു സമയം ശ്രമിച്ചിട്ടും മെഷീൻ ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. കൂടുതൽ ശക്തിയിൽ മെഷീൻ ഓൺ ചെയ്യാൻ അവൻ വലിച്ചതും അവിടെ നിന്നും വളരെയധികം ദൂരേക്ക് അത്രയും ഭാരമേറിയ മെഷീൻ തെറിച്ചു വീണു. തന്റെ എപ്പോഴത്തെ ആ ശക്തി കണ്ട് ബ്രാൻഡൻ ഞെട്ടിപ്പോയിരുന്നു. തലേന്ന് രാത്രി മുതൽ മൊത്തത്തിലൊരു വിചിത്രത ബ്രാൻഡൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തനിക്കെന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ. ബ്രാൻഡൻ മെഷീനിനടുത്തേക്ക് ചെന്നു. ഓണായിരുന്ന മെഷീൻ വീണെടുത്ത് കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഷീന്റെ മോട്ടോർ കറങ്ങുന്നുമുണ്ട്. ബ്ലേഡും. ബ്രാൻഡൻ ഒട്ടും മടിച്ചില്ല. തനിക്ക് വന്നിരിക്കുന്ന ഈ ശക്തികൾ സത്യമാണോ, തന്റെ തോന്നൽ സത്യമാണോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. കറങ്ങുന്ന മെഷീനിലേക്ക് അവൻ തന്റെ കൈവച്ചു. ബ്രാൻഡനൊന്നും പറ്റിയില്ലെന്ന് മാത്രമല്ല, മെഷീൻ തകരുക കൂടി ചെയ്തിരുന്നു. അതോടെ തനിക്ക് സൂപ്പർ പവേഴ്സ് ഉള്ള കാര്യം ബ്രാൻഡൻ തിരിച്ചറിയുകയാണ്. അന്ന് രാത്രിയിൽ ബ്രാൻഡന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് അവർ പോയി. ബ്രാൻഡന്റെ ആന്റിയായ മെർലിയും മെർലിയുടെ ഭർത്താവ് നോയയും അവിടെ ഉണ്ടായിരുന്നു. നോയ ബ്രാൻഡന് ഒരു തോക്ക് സമ്മാനിച്ചു. വേട്ടയ്ക്കായി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള തോക്കായിരുന്നു അത്. കൈലിന് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. നിലവിൽ ബ്രാൻഡൻ അത് ഉപയോഗിക്കാൻ പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് കൈലത് വാങ്ങിവെച്ചു. ബ്രാൻഡന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബ്രാൻഡൻ അന്ന് കൈലിനെതിരെ ആക്രോശിക്കുന്നുണ്ട്. തനിക്കത് വേണമെന്ന് വല്ലാത്തൊരു ഭാവത്തിൽ പറയുന്നുണ്ട്. അത് കേട്ട് അവിടെയുള്ളവരൊക്കെ വല്ലാതായി മാറിയിരുന്നു. റെസ്റ്റോറന്റിലെ പ്രോഗ്രാം അവസാനിപ്പിച്ച് വേഗം അവർ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയപ്പോ ടോറിയും കൈലും സംസാരിച്ചു. ബ്രാൻഡൻ അങ്ങനെ പെരുമാറിയതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കണ്ടെന്നും കുട്ടിയല്ലേ അതിന്റെയാണെന്നുമൊക്കെ ടോറി കൈലിനോട് പറഞ്ഞു. വൈകാതെ ബ്രാൻഡനും ഒന്നിച്ച് ഒരു ക്യാമ്പിങ്ങിന് പോവാൻ അവർ തീരുമാനിച്ചു. ക്യാമ്പിങ്ങിന് പോകുന്നതിനു മുമ്പ് ഭക്ഷണം കഴിക്കുകയായിരുന്ന ബ്രാൻഡനാകട്ടെ ഫോർക്ക് വായിൽ വെച്ച് കടിച്ചു വളയ്ക്കുന്നുണ്ടായിരുന്നു. ബ്രാൻഡന്റെ വിചിത്രമായ സ്വഭാവമൊക്കെ കൈലൻ നോട്ടീസ് ചെയ്തു. മറുവശത്ത് ടോറിയാകട്ടെ ബ്രാൻഡന്റെ മുറി ക്ലീൻ ചെയ്യുകയായിരുന്നു. ആ സമയം അവിടെ നിന്നും വിചിത്രമായ ചില ചിത്രങ്ങളും മറ്റും അവൾക്ക് ലഭിച്ചു. പ്രത്യേകിച്ചും സ്ത്രീകളുടെ മോശം ചിത്രങ്ങളും അവരുടെ അനാട്ടമി അടക്കം വരച്ചു വെച്ചിരിക്കുന്നതുമായ ചിത്രങ്ങളും ഒക്കെയായിരുന്നു അത്. അത് കണ്ട് ടോറി കുറച്ച് ഷോക്കാകുന്നുണ്ട്. കൈലിനെ വിളിച്ച് ടോറി കാര്യം പറഞ്ഞു. പക്ഷെ അപ്പോഴും അതവന്റെ വളർച്ചാ പ്രായത്തിന്റേതാണ്, കൗമാര പ്രായത്തിന്റേതായിരിക്കും എന്ന തരത്തിലായിരുന്നു അവർ വിലയിരുത്തി
തിരിച്ചെത്തിയത്. ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ അവനുമായി താൻ സംസാരിച്ചോളാം എന്നും കയ്യിൽ പ്രത്യേകം പറഞ്ഞു. അന്ന് വേട്ടയ്ക്കായി പോയ സമയത്ത് ക്യാമ്പ് സൈറ്റിൽ നിന്ന് മാറി കയ്യിലും ബ്രാൻഡനും ഒപ്പമുള്ളപ്പോ ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ശരിയായ രീതിയിൽ കയ്യില് ബ്രാൻഡന് വിശദീകരിച്ചു കൊടുത്തു. അച്ഛൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടെ ബ്രാൻഡൻ കേൾക്കുന്നുമുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ടോറി ഉറക്കം ഞെട്ടി എഴുന്നേറ്റപ്പോ ടെന്റിൽ ബ്രാൻഡൻ ഉണ്ടായിരുന്നില്ല. ഇതേസമയം ബ്രാൻഡനാകട്ടെ തനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായ കേറ്റ്ലിന്റെ വീടിന്റെ പരിസരത്തേക്ക് പോയിരുന്നു. ജനലിലൂടെ അവൾ ഉറങ്ങുന്നത് ബ്രാൻഡൻ നോക്കി നിന്നു. ഉറക്കം ഞെട്ടി എഴുന്നേറ്റ അവളാകട്ടെ ബ്രാൻഡനെ നോക്കിക്കാണുകയും ചെയ്തു. ഭയന്നവൾ സഹായത്തിനായി തന്റെ അമ്മയെ വിളിച്ചു. അമ്മ ഓടിയെത്തി നോക്കിയപ്പോഴേക്കും ബ്രാൻഡൻ അവിടൊന്നും ഉണ്ടായിരുന്നില്ല. എറിക്ക എന്നായിരുന്നു കേറ്റ്ലിന്റെ അമ്മയുടെ പേര്. മറുവശത്ത് ടോറി ആകട്ടെ ബ്രാൻഡനെ കാണാതെ തിരയുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ബ്രാൻഡൻ പെട്ടെന്ന് അവളുടെ മുമ്പിൽ വന്നു. ടോറി ഒന്ന് ഭയന്നിരുന്നു. ബ്രാൻഡനോട് എവിടെ പോയതാന്ന് ചോദിച്ചപ്പോ താനൊന്നും മുള്ളാനിറങ്ങിയതാ എന്നായിരുന്നു അവന്റെ മറുപടി. ഇത് കൂടാതെ ബ്രാൻഡൻ തനിച്ചിരിക്കുമ്പോ തന്റെ ബുക്കിൽ നിഗൂഢമായ രീതിയിലുള്ള ചില ചിഹ്നങ്ങളും മറ്റു കാര്യങ്ങളും എഴുതുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രാൻഡൻ അത് ആരും കാണാതെ ശ്രദ്ധിക്കുകയും ചെയ്തു. അന്നൊരു ദിവസം ബ്രാൻഡൻ വീട്ടിലെ കോഴിക്കൂട്ടിലേക്ക് രൂക്ഷമായി നോക്കി നിൽക്കുന്നത് കയ്യില് കണ്ടു. കെയിലവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ പിന്നീട് കയ്യില് കണ്ടത് തന്റെ ആ കോഴിക്കൂട് തകർന്നു കിടക്കുന്നതും അതിലെ കോഴികളൊക്കെ ചത്തു കിടക്കുന്നതുമായിരുന്നു. എന്തോ കൊന്നിട്ട പോലെ. അത് ബ്രാൻഡനാണ് ചെയ്തത് എന്ന് കയ്യിൽ പറഞ്ഞപ്പോ ഏയ് അങ്ങനൊന്നും പറയല്ലേ, നമ്മുടെ മോനാ അത്, ഇതേതോ ചെന്നായി വന്ന് ആക്രമണം നടത്തിയതാ എന്നായിരുന്നു ടോറി പറഞ്ഞത്. അടുത്ത ദിവസം സ്കൂളിൽ വെച്ചൊരു കാര്യം നടന്നു. സ്കൂളിൽ ട്രസ് ഗെയിം കളിക്കുകയായിരുന്നു. PE പീരീഡ് ആണ്. ചുറ്റും കൂടി നിൽക്കുന്ന കുട്ടികളുടെ ആരുടെയെങ്കിലും ദേഹത്തേക്ക് മനഃപൂർവ്വം ഒരാൾ മറിഞ്ഞു വീഴണം. കുട്ടികൾ വീഴാതെ അയാളെ പിടിച്ചു നിർത്തും. അന്ന് മറിഞ്ഞു വീഴാനായി തയ്യാറായി നിന്ന വ്യക്തി ബ്രാൻഡനായിരുന്നു. ബ്രാൻഡൻ തനിക്കേറെ ഇഷ്ടപ്പെട്ട കേറ്റ്ലിന്റെ ദേഹത്തേക്ക് മറിയാൻ ശ്രമിച്ചു. കേറ്റ്ലിൻ ബ്രാൻഡനെ പിടിച്ചില്ലെന്ന് മാത്രമല്ല ബ്രാൻഡൻ താഴെ വീണപ്പോ ഇവനൊരു ഞരമ്പനാണ് എന്ന മട്ടിൽ പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുകയും ചെയ്തു. പോരാത്തതിന് രാത്രിയിൽ തന്റെ റൂമിന്റെ പുറത്ത് ബ്രാൻഡനെ കണ്ട കാര്യവും അവൾ വിളിച്ചു പറഞ്ഞു. ബ്രാൻഡൻ ആകെ നാണം കെട്ടിരുന്നു. അവൻ അവളോട് വലിയ ദേഷ്യവും വെറുപ്പും തോന്നി. പിന്നീട് ടീച്ചർ ഇടപെട്ടു. അങ്ങനൊന്നുമില്ലെന്നും ബ്രാൻഡനെ കൈകൊടുത്ത് എഴുന്നേൽപ്പിക്കാനും കേറ്റ്ലിനോട് ടീച്ചർ ആവശ്യപ്പെട്ടു. അവൾ കൈ നീട്ടി. പക്ഷേ ദേഷ്യം കൊണ്ടിരുന്ന ബ്രാൻഡൻ തന്റെ ശക്തി ഉപയോഗിച്ച് അവളുടെ കൈ നെക്കി ഒടിക്കുകയാണ്. വൈകാതെ സംഭവം വിഷയമായി പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് ഏവരും വിളിപ്പിക്കപ്പെട്ടു. കേറ്റ്ലിന്റെ അമ്മ ഇറക്കിയെത്തിയിരുന്നു. ബ്രാൻഡനെ അറസ്റ്റ് ചെയ്യണമെന്നും ഇത് ചെറിയ കാര്യമൊന്നുമല്ല എന്നും ഷെരീഫിനോട് അവർ ആവശ്യപ്പെട്ടു. പക്ഷേ 12 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടികൾക്കിടയിലെ ചെറിയ പ്രശ്നത്തിൽ സംഭവിച്ചത്. ഇതൊന്നും വിഷയമാക്കണ്ട, സ്കൂൾ എന്തെങ്കിലും നടപടിയെടുത്താൽ മതി എന്നായിരുന്നു ഷെരീഫ് പറഞ്ഞത്. അതോടെ സ്കൂള് ബ്രാൻഡനെ കുറച്ചു നാളത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അന്ന് തിരികെ വീട്ടിലേക്കെത്തി ടോറിയും കൈലും തമ്മിൽ ബ്രാൻഡനെ പറ്റിയൊരു സംസാരമുണ്ടായി. കൈൽ ബ്രാൻഡന്റെ പ്രവൃത്തിയിൽ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ആ സമയം ടോറി ഒരു കാര്യം പറഞ്ഞു. അന്നൊരു ദിവസം രാത്രിയിൽ ബ്രാൻഡൻ കളപ്പുരയിലേക്ക് പോയി ബേസ്മെന്റ് തുറക്കാൻ ശ്രമിക്കുന്നത് താൻ കണ്ടിരുന്ന കാര്യം. അതൊക്കെ കൂടി കേട്ടതും കൈൽ കുറച്ചുകൂടി കാര്യങ്ങളിൽ കൺവിൻസ്ഡ് ആവുന്നുണ്ടായിരുന്നു. ബ്രാൻഡൻ മറ്റു കുട്ടികളെ പോലല്ല, വിചിത്രമായ എന്തോ ഒരു വ്യത്യാസം അവനുണ്ടെന്ന്. ഇതുവരെയുള്ള ജീവിതത്തിൽ ബ്രാൻഡൻ ഒരിക്കലും പരിക്കു പറ്റിയിട്ടില്ല, ആശുപത്രിയിൽ പോവേണ്ട വന്നിട്ടില്ല. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്താൻ 12 കൊല്ലം മുമ്പ് തങ്ങളുടെ വീടിന്റെ സമീപം വീണ ആ വസ്തുവിനെപ്പറ്റി ടോറി സെർച്ച് ആരംഭിച്ചു. ഇതേസമയം മറുവശത്ത് ബ്രാൻഡൻ ആകട്ടെ ഉറക്കത്തിൽ കളപ്പുര ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു. ബ്രാൻഡൻ കളപ്പുരയിലെത്തി. ബേസ്മെന്റിൽ നിന്ന് ചുവന്ന പ്രകാശം പടരുന്നുണ്ടായിരുന്നു. ആ നിമിഷമാണ് വ്യക്തമാകുന്നത് അന്ന് വീണ ബ്രാൻഡനെ കൊണ്ടുവന്നിരുന്ന അന്യഗ്രഹ പേടകം അവർ സൂക്ഷിച്ചിരുന്നത് കളപ്പുരയുടെ ബേസ്മെന്റിലായിരുന്നുവെന്ന്. ശബ്ദവും മറ്റും കേട്ട് ടോറി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അവിടെത്തിയ ടോറി കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ബേസ്മെന്റ് ബ്രാൻഡൻ തുറന്നിരുന്നു. അതിലെ പേടകത്തിൽ നിന്നുണ്ടായ പവർ മൂലം വായുവിലേക്ക് ബ്രാൻഡൻ ഉയർന്നു നിൽക്കുന്നു. പേടകത്തിൽ നിന്നുള്ള ചില വാചകങ്ങൾ ബ്രാൻഡൻ ഉരുവിടുന്നുണ്ടായിരുന്നു. ലോകം കീഴ്പ്പെടുത്തു, കീഴടക്കൂ എന്ന തരത്തിലുള്ള വാചകങ്ങളായിരുന്നു അത്. ടോറി ഓടിച്ചെന്ന് ബ്രാൻഡനെ താഴെ ഇറക്കാനും ചേർത്ത് പിടിക്കാനും ശ്രമിച്ചു. അന്ന് വളരെ യാദൃച്ഛികമായി ഒന്ന് സംഭവിച്ചു. അന്യഗ്രഹ പേടകത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ബ്രാൻഡന്റെ കൈ മുറിഞ്ഞു. ബ്രാൻഡന്റെ ജീവിതത്തിൽ ആദ്യമായി ബ്രാൻഡന് പരിക്കേറ്റു. സ്വബോധത്തിലേക്ക് വന്ന ബ്രാൻഡൻ വല്ലാതെ പാനിക്കായിരുന്നു. ടോറി ബ്രാൻഡനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. എന്താ നടക്കുന്നത് എന്ന് ബ്രാൻഡൻ ചോദിച്ചപ്പോ ബ്രാൻഡൻ തങ്ങളുടെ വളർത്തുമകനാണെന്നും ബ്രാൻഡനെ എങ്ങനെയാണ് തങ്ങൾക്ക് കിട്ടിയത് എന്നുമുള്ള കാര്യമടക്കം ടോറി ബ്രാൻഡനോട് വിശദീകരിച്ചു. അത് കേട്ടതും ബ്രാൻഡന്റെ ദേഷ്യം
അനക്കുകയായിരുന്നു ചെയ്തത്. വീടിനകത്തെ വസ്തുക്കളൊക്കെ ബ്രാൻഡൻ തല്ലിപ്പൊട്ടിച്ചു. പിന്നീട് കേറ്റ്ലിനെ കണ്ട് ക്ഷമ ചോദിക്കണം എന്ന് ബ്രാൻഡന് തോന്നി. അവളുടെ വീട്ടിലേക്ക് മുറിയിലേക്ക് ബ്രാൻഡൻ രാത്രിയിൽ കടന്നു ചെന്നു. പക്ഷേ ബ്രാൻഡന്റെ പ്രസൻസിൽ കേറ്റ്ലിൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. കൈയൊടിഞ്ഞ് റെസ്റ്റിലായിരുന്നവൾ ഭയത്തോടെ ബ്രാൻഡനോട് സംസാരിച്ചു. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി നീയുമായി ഒരു ബന്ധവും വേണ്ടെന്ന്, നീ ഒരു ക്രൂരനാണെന്ന്. ബ്രാൻഡൻ അത് കേട്ട് വലിയ രോഷം വന്നിരുന്നു. ബ്രാൻഡൻ അവിടെ നിന്നിറങ്ങിപ്പോന്നു. പക്ഷേ ബ്രാൻഡൻ പോയത് കേറ്റ്ലിന്റെ അമ്മ ഇറുക്ക ജോലി നോക്കുന്ന റെസ്റ്റോറന്റിലേക്കായിരുന്നു. റെസ്റ്റോറന്റ് പൂട്ടി അവരിറങ്ങാൻ നിൽക്കുന്ന സമയമായിരുന്നു. റെസ്റ്റോറന്റ് ഗ്ലാസിൽ വിചിത്രമായ രീതിയിൽ ഒരു ചിഹ്നന്മാരോ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ട് ഇറുക്ക വല്ലാതെ ഭയപ്പെട്ടു. പെട്ടെന്ന് അവിടുത്തെ ലൈറ്റുകൾ മിന്നിക്കത്താൻ തുടങ്ങി. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ ഇറുക്ക ട്യൂബിനടുത്ത് ചെന്ന് ഉറ്റുനോക്കി. പെട്ടെന്ന് ലൈറ്റ് പൊട്ടിത്തെറിച്ചു. കഷ്ണങ്ങൾ ഇറുക്കയുടെ കണ്ണിലേക്ക് തുളച്ചു കയറി. ഈ സമയം അങ്ങോട്ടേക്ക് താൻ തന്നെ തയ്യാറാക്കിയിരുന്ന വിചിത്രമായ കോസ്റ്റ്യൂമും ധരിച്ച് ബ്രാൻഡൻ അങ്ങോട്ടേക്ക് കടന്നു വന്നിരുന്നു. ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്ത് ഭയന്ന് ഇറുക്ക അവിടുത്തെ സേഫ് ലോക്കറിനകത്തേക്ക് കയറി മറഞ്ഞിരിക്കാൻ ആരംഭിച്ചു. പക്ഷേ പിന്നാലെ അവൾ കണ്ടത് സേഫ് ലോക്കറിന്റെ ഡോർ കട്ട് ചെയ്യപ്പെടുന്നതായിരുന്നു. അടുത്ത ദിവസം വിവരങ്ങൾ അറിഞ്ഞ് പോലീസ് ഷെരീഫ് അവിടെ പരിശോധനയ്ക്കെത്തി. പക്ഷേ ഇർക്കയുടെ മൃതശരീരമോ ഒന്നും തന്നെ അവിടെ നിന്ന് ഷെരീഫിന് കണ്ടെത്താൻ സാധിച്ചില്ല. വിചിത്ര രീതിയിൽ വരച്ചു വെച്ചിരിക്കുന്ന ആ സിമ്പിൾസ് മാത്രമായിരുന്നു അവിടെ നിന്ന് ഷെരീഫിന് നോക്കിക്കാണാൻ സാധിച്ചതുപോലും. ഇതേ സമയം മറുവശത്ത് ബ്രാൻഡന്റെ ആന്റി മെർലിനാകട്ടെ അവന്റെ തന്നെ സ്കൂളിൽ സൂപ്പർവൈസിംഗ് ടീച്ചറായി കൗൺസിലിംഗ് ടീച്ചറായി വർക്ക് ചെയ്യുകയാണ്. ബ്രാൻഡന് അന്ന് അവരൊരു കൗൺസിലിംഗ് സെഷൻ കൊടുക്കുകയായിരുന്നു. കേറ്റ്ലിന്റെ കയ്യിൽ അത്തരത്തിൽ പരിക്കേൽപ്പിച്ചതിൽ ബ്രാൻഡന് കുറ്റബോധമുണ്ടോ എന്നവർ ചോദിച്ചപ്പോ ഒരു കുറ്റബോധവുമില്ലാത്ത പോലായിരുന്നു ബ്രാൻഡൻ തിരികെ പെരുമാറിയത്. ബ്രാൻഡൻ ഇങ്ങനെ തുടർന്നാൽ പശ്ചാത്തപിക്കാതിരുന്നാൽ ഈ കൗൺസിലിംഗ് സെഷന്റെ റിപ്പോർട്ട് സ്കൂളിലേക്ക് കൈമാറണമെന്നും പോലീസിനും കൊടുക്കണമെന്നും അത് വലിയ പ്രശ്നമാകും എന്നും ആന്റി ബ്രാൻഡനോട് പറഞ്ഞു. പക്ഷേ ബ്രാൻഡന് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് രാത്രിയിൽ മെർലിന്റെ അതായത് തന്റെ ആന്റിയുടെ വീട്ടിലേക്ക് ബ്രാൻഡൻ എത്തി. തനിക്ക് പശ്ചാത്താപമില്ലാത്ത കാര്യം ഷെരീഫിനോടോ സ്കൂളിലേക്കോ റിപ്പോർട്ട് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടു. പക്ഷേ ആന്റിയാകട്ടെ സത്യമേ റിപ്പോർട്ട് ചെയ്യൂ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്നു. ബ്രാൻഡനോട് ഇപ്പോ വീട്ടിലേക്ക് പോവാനും പറഞ്ഞു. ശേഷം ആന്റി തന്റെ മുറിയിൽ ഉറങ്ങാനായി പോയപ്പോ തന്റെ കോസ്റ്റ്യൂമും ധരിച്ച് ബ്രാൻഡൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. പക്ഷേ കൃത്യസമയത്ത് അങ്കിൾ നോഹയും അങ്ങോട്ടേക്ക് കടന്നു വന്നിരുന്നു. നോഹ തന്റെ മുറിയിൽ ഒളിച്ചിരുന്ന ബ്രാൻഡനെ കണ്ടെത്തി. പിന്നാലെ ബ്രാൻഡനെ വീട്ടിലേക്ക് കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് നോഹ ബ്രാൻഡനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പോകുമ്പോ ഈ കാര്യങ്ങളൊക്കെ നിന്റെ പാരന്റ്സിനോട് പറയേണ്ടി വരും എന്നും നോഹ പറയുന്നുണ്ട്. അത് പറയരുത് എന്ന് ബ്രാൻഡൻ ആവശ്യപ്പെട്ടെങ്കിലും നോഹ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ബ്രാൻഡന് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അതോടെ ബ്രാൻഡൻ നോഹയെ ആക്രമിച്ചു. നോഹ വണ്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ വാഹനവും ബ്രാൻഡൻ തന്റെ ശക്തി ഉപയോഗിച്ച് ആക്രമണത്തിന് വിധേയമാക്കി. ആകാശത്തിലേക്ക് ഉയർത്തിയ വാഹനം താഴേക്ക് പതിപ്പിച്ച് നോഹയെ വകവരുത്തി. ഒറ്റ നോട്ടത്തിൽ അപകടമാണെന്നേ ആർക്കും തോന്നുമായിരുന്നുള്ളൂ. പിന്നാലെ ആ ഭാഗത്ത് തന്നെ തന്റെ സ്പെഷ്യൽ സിംബൽ പോരുന്നതിനു മുമ്പ് ബ്രാൻഡൻ വരച്ചുവെക്കുകയും ചെയ്തു. സമയം രാത്രി വൈകിയിരുന്നു. ബ്രാൻഡനെ കാണാതെ വീട്ടിൽ കൈലും ടോറിയും അല്പം വറീഡായിരുന്നു. അപ്പോഴാണ് ബ്രാൻഡൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. രക്തം പുരണ്ടിരുന്ന അവന്റെ ഷർട്ട് അവൻ ഒരു കയ്യിൽ പിടിച്ചിരുന്നു. ഇതെന്താ ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ചപ്പോ കളിക്കാൻ പോയപ്പോ അഴുക്കായെന്നും അതുകൊണ്ട് ഒരു പിടിച്ചതാണ് എന്നും ബ്രാൻഡൻ പറഞ്ഞു. നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരാ ഷർട്ട് ആവശ്യപ്പെട്ടെങ്കിലും ബ്രാൻഡൻ അത് കൊടുക്കാൻ തയ്യാറായില്ല. അന്ന് പിന്നാലെ ബ്രാൻഡനെ പറ്റി ചൊല്ലി കൈലും ടോറിയും തമ്മിൽ വലിയ വാക്കുതർക്കം തന്നെ നടന്നിരുന്നു. രാത്രി പലപ്പോഴും ദുസ്വപ്നങ്ങൾ കണ്ട് കയ്യിൽ ഞെട്ടിയുണരുക പോലും ചെയ്തു. രാത്രിയുടെ മധ്യത്തിൽ മെർലിയുടെ അടുത്തു നിന്നും ടോറിക്ക് ഒരു കോൾ വന്നു. നോഹയ്ക്ക് അപകടം സംഭവിച്ചുവെന്നും അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവുമായിരുന്നു അവർക്ക് വന്നു ചേർന്നത്. കൈലും ടോറിയും ഉടനടി ആശുപത്രിയിലേക്ക് എത്തി മെർലിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയം പോലീസ് പറഞ്ഞത് മദ്യപിച്ച് വണ്ടിയോടിച്ചുള്ള അപകടമരണമാണെന്നാണ് എന്ന് മെർലി വ്യക്തമാക്കി. തലേന്ന് രാത്രി ബ്രാൻഡൻ വീട്ടിൽ വന്നിരുന്ന കാര്യവും മെർലി പറയുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം വീട്ടിലെത്തിയ ടോറിയും കൈലും നോഹയുടെ മരണത്തെപ്പറ്റി ബ്രാൻഡനോട് പറഞ്ഞു. പക്ഷെ ഒരു കൂസലുമില്ലാതായിരുന്നു അവനിരുന്നത്. അതിലൊരു സങ്കടമോ എമ്പതിയോ ഒന്നും തന്നെ അവനുണ്ടായിരുന്നില്ല. അതൊക്കെ കണ്ടതും ടോറിക്കും കൈലിനും ദേഷ്യം വന്നു. ബ്രാൻഡനാണ് നോഹയെ കൊന്നത് എന്ന തരത്തിൽ കൈൽ ആരോപിച്ചു. പക്ഷേ ദേഷ്യം വന്ന ബ്രാൻഡനാകട്ടെ കൈലിനെ പിടിച്ചു തള്ളി.
ദൂരേക്ക് കൈൽ തെറിച്ചു വീണു. പിന്നെയാണ് കൈൽ ബ്രാൻഡന്റെ മുറിയിലേക്ക് കയറുന്നതും ആ മുറി പരിശോധിക്കുന്നതും. അന്ന് രാത്രി അവൻ പിടിച്ചുകൊണ്ടുവന്ന ആ വസ്ത്രം കൈലിന്റെ കയ്യിൽ കിട്ടി. അതിൽ രക്തക്കറകൾ കൈൽ നോക്കിക്കണ്ടു. അതോടെ നോഹയുടെ മരണത്തിന് പിന്നിൽ അവനാണ് എന്ന കാര്യം കൈൽ ഉറപ്പിക്കുകയാണ്. ടോറിക്കടുത്തെത്തി അത് കാണിച്ച് കൈലക്കാര്യം പറഞ്ഞെങ്കിലും തന്റെ മകൻ ഒരു കൊലപാതകിയാണ് എന്ന് വിശ്വസിക്കാൻ ടോറി ഒരു തരത്തിലും ഒരുക്കമായിരുന്നില്ല. അന്ന് രാത്രിയിൽ കൈല് ടോറിയോട് ക്ഷമ ചോദിച്ചു. അടുത്ത ദിവസം ബ്രാൻഡനൊപ്പം തനിച്ച് വേട്ടയ്ക്ക് പോയാൽ കൊള്ളാം എന്ന് തനിക്കുണ്ട് എന്ന് ടോറിയോട് പറഞ്ഞു. അവർ തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ഉഷാറാക്കാൻ അത് ഉപകരിക്കും എന്ന് ചിന്തിച്ച ടോറി അതിന് സമ്മതിക്കുകയാണ്. പക്ഷേ കൈലിന് മറ്റു ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ബ്രാൻഡൻ ഒരു സാധാരണ കുട്ടിയല്ല, ലോകത്തിന് ഭീഷണിയാണ് എന്ന് കൈല് മനസ്സിലാക്കിയിരുന്നു. വേട്ടയ്ക്കായി കാടിനകത്തെത്തി തോക്കെടുത്ത് ഉന്നം പിടിച്ചു നിൽക്കുന്ന സമയം ബ്രാൻഡന്റെ തലയിലേക്ക് വെടിയുതിർത്ത് ബ്രാൻഡനെ ഇല്ലായ്മ ചെയ്യാൻ കൈൽ തീരുമാനിച്ചിരുന്നു. ബ്രാൻഡന്റെ തലയിലേക്ക് കൈൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ അവന്റെ തലയിൽ തട്ടിയ ബുള്ളറ്റ് തിരികെ തെറിക്കുകയായിരുന്നു സംഭവിച്ചത്. ബ്രാൻഡന് ഒന്നും തന്നെ പറ്റിയില്ല. കൈല് തന്നെ കൊല്ലാനാണ് നോക്കിയത് എന്ന് ബ്രാൻഡന് മനസ്സിലായി. പിന്നെ വൈകിയില്ല. കൈലിനെ പിന്തുടർന്ന് പിടികൂടിയ ബ്രാൻഡൻ തീപാറുന്ന തന്റെ കണ്ണുകൾ കൊണ്ട് കൈലിനെ വകവരുത്തി കളഞ്ഞു. ഇതേസമയം മറുവശത്ത് പോലീസ് ഷെരീഫിന് ഒരു ക്ലൂ കിട്ടിയിരുന്നു. ഇറക്കയെ കാണാതായിടത്തും നോഹയുടെ അപകടമരണം സംഭവിച്ചിടത്തും ഒരേ സിംബലാണുള്ളത്. സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊരു വരയ്ക്ക് ചുറ്റും 2B എഴുതി വെച്ച പോലുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രാൻഡൻ ബ്രെയർ എന്നാകുമോ? ഷെരീഫ് തന്റെ സംശയം ചിന്തിച്ചുകൂട്ടി. കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ ബ്രാൻഡനെ മീറ്റ് ചെയ്യാൻ ഷെരീഫ് അവന്റെ വീട്ടിലേക്ക് എത്തി. അവിടെ ടോറി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കൈലും ബ്രാൻഡനും വേട്ടയ്ക്കായി പോയിരിക്കുകയാണെന്നും അവരിപ്പോൾ ഇവിടെ ഇല്ലെന്നും ടോറി വ്യക്തമാക്കി. തന്റെ ഫൈൻഡ് ഔട്ടുകൾ താൻ മനസ്സിലാക്കിയ സിംബലിന്റെ കാര്യമൊക്കെ ഷെരീഫ് ടോറിയോട് വിശദീകരിച്ചു. ഈ സിംബൽ മുമ്പ് ടോറി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഷെരീഫ് ചോദിച്ചെങ്കിലും ഇല്ലെന്നായിരുന്നു അവൾ മറുപടി പറഞ്ഞത്. ഷെരീഫ് പോയതും ടോറി നേരെ ബ്രാൻഡന്റെ മുറിയിലേക്ക് കയറി ചെന്നു. അവിടെ പരിശോധിച്ചപ്പോ ബ്രാൻഡന്റെ ബുക്കും മറ്റും ടോറിക്ക് കിട്ടുകയാണ്. അതിലെ അവൻ വരച്ചു വെച്ചിരുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ കണ്ട് ടോറി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു. ഷെരീഫ് കാണിച്ച അതേ ചിഹ്നങ്ങൾ, ടേക്ക് ദ വേൾഡ് എന്ന ആശയം അതെഴുതി വെച്ചിരിക്കുന്നു. ലോകം കീഴടക്കുക. പോരാത്തതിന് വളരെ വിചിത്രമായ ക്രൂരമായ രീതിയിലുള്ള ചിത്രങ്ങളും. അതോടെ കൈല് പറഞ്ഞതത്രയും സത്യമായിരുന്നു. ബ്രാൻഡൻ പ്രശ്നമാണ് എന്ന് ടോറി ആ നിമിഷം തിരിച്ചറിഞ്ഞു. ബ്രാൻഡനാണ് കൊലപാതകി എന്നും തിരിച്ചറിഞ്ഞ ടോറി ഉടനടി കൈലിനെ കോൾ ചെയ്യാൻ ശ്രമിച്ചു. അവൻ ഫോൺ എടുത്തതും ബ്രാൻഡനാണ് നോഹയെയും ഇർക്കയെയും കൊന്നത് എന്നവൾ പറഞ്ഞു. പക്ഷേ കൈലിന്റെ കോൾ എടുത്തിരുന്നത് ബ്രാൻഡനായിരുന്നു. ഒറ്റ ശ്വാസത്തിൽ ടോറി പറഞ്ഞ അതൊക്കെ കേട്ട് ബ്രാൻഡൻ ആകട്ടെ ടോറിയെ തിരക്കി താൻ ഉടൻ വരും എന്ന് ഫോണിലൂടെ മറുപടി പറഞ്ഞു. ടോറി അക്ഷരാർത്ഥത്തിൽ ഭയന്നുപോയിരുന്നു. പിന്നാലെ ബ്രാൻഡൻ എത്തി വീട്ടിലേക്ക് ആക്രമണം ആരംഭിച്ചു. ടോറി ഭയന്ന് വീടിനകത്തേക്ക് കയറി പോലീസിനെ കോൾ ചെയ്തു. സഹായം അഭ്യർത്ഥിച്ചു. പോലീസ് അങ്ങോട്ടേക്ക് എത്തിയെങ്കിലും ബ്രാൻഡൻ പോലീസുകാരെയും ആക്രമിച്ചു. അവരെയും വകവരുത്തി. ടോറി മറഞ്ഞിരിക്കാൻ ആരംഭിച്ചിരുന്നു. ആ സമയം ടോറിയുടെ മനസ്സിലേക്കൊരു ഓർമ്മ വന്നു. ബ്രാൻഡന് ആകെ പരിക്കേറ്റിട്ടുള്ളത് ഒരിക്കൽ മാത്രമാണ്. അവനെ കിട്ടിയ അതേ സ്പേസ് ഷിപ്പിൽ നിന്ന് അതിൽ കൊണ്ട് മുറിവേറ്റപ്പോൾ. അതുകൊണ്ട് അതിന് മാത്രമായിരിക്കും ബ്രാൻഡനെ തകർക്കാൻ പറ്റുക, പരിക്കേൽപ്പിക്കാൻ പറ്റുക എന്ന് ടോറിക്ക് മനസ്സിലായി. ജനൽ വഴി പുറത്തേക്ക് ചാടി ടോറി നേരെ കളപ്പുരയിലേക്ക് ഓടി. കളപ്പുരയ്ക്കകത്ത് വളരെ മോശം രീതിയിൽ നശിപ്പിക്കപ്പെട്ട് കിടന്നിരുന്ന ഇർക്കയുടെ മൃതശരീരം അവിടെ വെച്ചവൾ നോക്കിക്കണ്ടു. അക്ഷരാർത്ഥത്തിൽ ടോറി ഞെട്ടിത്തെറിച്ചു പോകുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. പിന്നാലെ പേടകത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ബ്രാൻഡനെ വകവരുത്താൻ ടോറി തയ്യാറായി നിന്നു. ബ്രാൻഡൻ വന്നപ്പോ സ്നേഹം നടിച്ച് പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ ബ്രാൻഡനടുത്തേക്ക് ടോറി ചെന്നു. പെട്ടെന്ന് ബ്രാൻഡനെ കുത്തി കൊല്ലാൻ നോക്കി. പക്ഷേ ബ്രാൻഡൻ അത് മുൻകൂട്ടി കണ്ടിരുന്നു. ടോറിയുടെ നീക്കത്തെ ബ്രാൻഡൻ തടയുകയാണ്. പിന്നാലെ ടോറിയെ പൊക്കിയെടുത്ത് ബ്രാൻഡൻ ആകാശത്തേക്ക് ഉയർന്നു. ഏറ്റവും ഉയരത്തിലെത്തിയതും ടോറിയെ കൊല്ലുവാൻ ബ്രാൻഡൻ ടോറിയെ താഴേക്കിട്ടു. ആ സമയം ബ്രാൻഡനെതിരെ ഒരു വിമാനം വരുന്നുണ്ടായിരുന്നു. ആ വിമാനവും തകർത്ത് അവൻ ഫാം ഹൗസിന്റെ മേലേക്ക് വീഴ്ത്തി. താൻ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും തെളിവുകളടക്കം നശിപ്പിക്കുക എന്നതായിരുന്നു ആ പ്രവൃത്തിയോടെ ബ്രാൻഡൻ ഉദ്ദേശിച്ചത്. ബ്രാൻഡനെ പിടികൂടാൻ ഒരു തെളിവും അവശേഷിച്ചിരുന്നില്ല. പിന്നീട് ലോകമൊട്ടുക്കും ബ്രാൻഡൻ നാശനഷ്ടങ്ങൾ വരുത്താനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആരംഭിച്ചു. ഒരു വില്ലനെ പോലെ ഏവരും ബ്രാൻഡനെ നോക്കിക്കാണാൻ തുടങ്ങി.
ഒരു കോൺസ്പിറൻസി തിയറിസ്റ്റ് ആകട്ടെ തന്റെ ചാനലിലൂടെ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അതിലൊന്ന് സൂപ്പർ പവർ ഉള്ള മറ്റാളുകൾ ഈ ലോകത്തുണ്ടാവുമെന്നും അവർ പുറത്തേക്ക് വരണമെന്നും ഇനിയെങ്കിലും പ്രവർത്തിക്കണമെന്നും ലോകത്തെ സേവ് ചെയ്യണം എന്നുമായിരുന്നു. ബ്രൈറ്റ് ബേൺ എന്ന പേരിൽ ബ്രാൻഡിന്റെ പ്രവൃത്തികളെ മീഡിയ അടക്കം റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഈ ഒരു ഒറിജിൻ ഓഫ് സൂപ്പർ വില്ലൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.